പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ 4 ദിവസം മുമ്പ് തിങ്കളാഴ്ച നിരാഹാര സമരം ആരംഭിച്ച് അതിൽ മൈക്ക് കെട്ടി പറഞ്ഞ് മൈക്ക് 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയെ ഇവിടുത്തെ CI അനീഷ് എന്ന CI അഴിച്ചിട്ട് പോയി. ഇപ്പോൾ ആശുപത്രി ഇന്ന് പരിപാടിയുണ്ട്. ഇത് മൈക്ക് കേട്ടാതിരിക്കും. ഇവർ മൈക്കിന് പെർമിഷൻ എടുത്തിട്ട് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അവർക്ക് പെർമിഷൻ എടുത്തവർക്ക് മൈക്ക് കെട്ടി പ്രവർത്തനം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന് പകരം ഇവിടെ മൈക്ക് വന്ന് തട്ടിപ്പറിക്കുകയും മൊബൈൽ വന്ന് തട്ടിപ്പറിക്കുകയും ചെയ്ത് ഇന്ന് മൈക്ക് കെട്ടിയിട്ടാണ് പരിപാടി. മൈക്കില്ലാതെ പരിപാടി നടത്തിട്ടവർ ആണുങ്ങളാണെങ്കിൽ പിന്നെ ഈ CI ഇവരും കാണിക്കുന്നത് ഇരട്ടത്താപ്പ് നയമല്ലേ. കോൺഗ്രസ്സുകാരെ എവിടെയും പെടില്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തും ആവാമെന്നുള്ളൊരു തോന്നൽ ഇവർക്ക് നല്ലതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ MP വന്ന് ഉദ്ഘാടനം ചെയ്യണം, മൈക്ക് കെട്ടാണ്ട് ചെയ്യോ? നാട്ടുകാരിത് കാണണം. ഇവർ ഒരാളെ മുടക്കുക. നമ്മളെന്നിട്ട് ആ മൈക്ക് വാങ്ങിച്ചിട്ട് വന്നു. ആ വാങ്ങിച്ച് വന്ന മൈക്കിനെ പിടിച്ചു വെച്ച് ആ മൈക്കിനെയും തന്നിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇത് MP വന്ന് ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്തതിന് മൈക്ക് കേട്ടുപോയില്ല എന്നുള്ളത് കാണട്ടെ. അപ്പോൾ ഒരാൾക്ക് മൈക്ക് പെർമിഷൻ കൊടുക്കുക, അത് ഇല്ലാതാക്കുക, 9 മണിക്ക് വന്ന് CI വന്ന് അഴിച്ചിട്ട് പോവുക. ഇപ്പോൾ 4 ദിവസമായി പോലീസ് സ്റ്റേഷനിൽ മൈക്കിന് വേണ്ടി നടക്കണം. 4000 രൂപേൻ്റെ മൈക്കാണ് പോലീസുകാർ എടുത്തിട്ട് പോയത്. ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം നമ്മാർ ആശുപത്രി ചെയ്യാതെ ഇപ്പോൾ 3 ദിവസം മുമ്പ് സമരം ചെയ്ത് ആ സമരം ചെയ്തതിൻ്റെ ബലമായി ഇവിടുന്ന് ആശുപത്രി സൂപ്രണ്ട് വികസനത്തിന് വേണ്ട കാര്യങ്ങൾ എഴുതിത്തരാ പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഫണ്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് പ്രകസനം കാണിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു 5 കോടി പാസ്സാക്കി പറഞ്ഞിട്ട്. നമ്മളൊരു ഫേസ്ബുക്കിലിട്ടപ്പോൾ ഉടനെ ആ ബോർഡിന് അയച്ചിട്ട് പോയി K. ബാബു MLA ഉൾപ്പെടെ. അപ്പോൾ ഇതൊരു വിരോധാഭാസമാണ്, തെറ്റായ നടപടിയാണ്. അപ്പോൾ ആ മൈക്ക് തിരിച്ച് ഏൽപ്പിക്കുന്നതിന് വേണ്ട നടപടി സഹാക്കൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ആശുപത്രിക്കകത്ത് ഈ പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് മൈക്ക് വെച്ച് ചെയ്യാം, നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇത് എവിടുത്തെ ന്യായമാണ്? 600 രൂപ ഞാനും കെട്ടിയിട്ടല്ലേ മൈക്ക് പെർമിഷൻ എടുത്ത്. അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാരൊക്കെ കാണണം, ഇവർക്ക് ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ട നീതിക്ക് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇതുവരെ കാണാത്ത ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നു. എന്താ അത്? ഈ ആശുപത്രി ഇലക്ഷൻ തലേദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വിധിച്ചിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇലക്ഷൻ്റെ തലേദിവസം ഒരു വികസന പ്രവർത്തനം ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതി വിലക്കാണ്. അപ്പോൾ പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ കഴിയാതെ ഇപ്പോൾ വന്ന് ഇലക്ഷൻ്റെ തലേദിവസം ഉദ്ഘാടനം ചെയ്യുന്നതിൽ സുപ്രീം കോടതി കേസ് ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയൊക്കെ അവിടെ പോയി 5 വർഷം 7 പ്രാവശ്യം സമരം ചെയ്തല്ലോ. നമ്മാറയിൽ യൂത്ത് കോൺഗ്രസ് നമ്മൾ KSU എല്ലാം സമരം ചെയ്തിട്ട് അന്നൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇപ്പോൾ അവിടെ നിന്ന് ഈ ബോധോദയം വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. തെറ്റായ കീഴ്വഴക്കം നല്ലതല്ല. ഇന്നത്തെ സുപ്രീം കോടതി വിധി പാലിക്കുക, അതാണ് പറയാനുള്ളത്. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവയുണ്ട്. എല്ലാം ലൈക്ക് എടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.